അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ബോൺ ബേബീസിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ന്യൂ ആയിട്ടുള്ള ഡാഡ് ആൻഡ് മമ്മക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നീ ബർപ്പ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികളെ ബർപ്പ് ചെയ്തില്ല അങ്ങനെ കാര്യം ഭയങ്കര ഗ്യാസ് കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര കരച്ചിലായിരിക്കും, നിർത്താണ്ട് ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വീഡിയോ ഇട്ടേക്കാം, നമുക്ക് അറിയാവുന്നൊരു കാര്യം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാലോ. അപ്പം ഞാൻ ആദ്യം 2-3 വട്ടം കാണിച്ചു തരാം. നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഇങ്ങനെ തോളിൽ ഇങ്ങനെ കിടത്തുക, ഈ വയറ് നമ്മളെ തോളിനകത്തോട്ട് ചേർന്നിട്ട് നോക്കണം നമ്മളെ ഫേസ് ഒക്കെ ക്ലിയർ ആയിട്ട് പുറത്താണോ, അല്ലാണ്ട് തോളിൽ ഇങ്ങനെ അമിങ്ങി കിടക്കുകയാണോ എന്നൊക്കെ നോക്കണം. ഇങ്ങനെ ഫേസ് എപ്പോഴും ചരിച്ചു വെക്കണം. ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് ഇങ്ങനെ മുതുകത്തിട്ടിട്ട് ഇതിങ്ങനെ തട്ടണം. ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ മേപ്പോട്ട് തട്ടി കൊടുക്കണം. ഒരു ഇങ്ങനെ കണ്ട 1, 2, 3 ഇങ്ങനെ കിട്ടുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് നേരം ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഗ്യാസ് പൊക്കോളും. ഇല്ലെങ്കിൽ ഗ്യാസ് പോകുന്നവരെ നമ്മൾ തട്ടിക്കൊണ്ടിരിക്കണം. ചിലവരോർക്കും വേദനയൊക്കെ എടുക്കുന്നു, പക്ഷേ ആ ഗ്യാസ് പോകുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത്. ഇങ്ങനെ കൈ പിടിക്കണം കണ്ട, ഇങ്ങനെ കൈ പിടിച്ചിട്ട് വേണം ഇങ്ങനെ തട്ടാൻ വേണ്ടിയിട്ട്. ഒന്നതാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഇത് ഇങ്ങനെ മടിയിൽ ഇങ്ങനെ ഇരുത്തണം, ഇച്ചിരി കയറ്റി ഇരുത്തണം കണ്ട. അപ്പോൾ കുണ്ടി ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ പുറത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട, ഇപ്പോൾ ഒരു കരയുന്നൊരു ഫേസ് ആണ്, ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സെറ്റപ്പാണ്. അപ്പോൾ അതിന് ഭയങ്കര സുഖം. അതിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ താത്തി കിടത്തുമ്പം അതിൻ്റെ വയറ് അതിൻ്റെ ഈ കാലിൽ അമിങ്ങി ഇരുന്നിട്ട് ഇതിങ്ങനെ മുതുകത്തിട്ട് നമ്മൾ നേരത്തെ തട്ടിയതുപോലെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തട്ടണം. ഇങ്ങനെ തട്ടാൻ നേരത്ത് പെട്ടെന്ന് ഗ്യാസ് ഓൺ റൈറ്റ് ഇത് ഇങ്ങനെ ഇരുത്തി തട്ടുന്ന. നമ്മൾ മുതുകത്ത് ഇട്ട് തട്ടുന്നതിനും അടിപൊളിയാണത്. ഗ്യാസ് പോകുന്നുണ്ടോ ഇങ്ങനെ ഇട്ട് തട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഗ്യാസ് പോകും. രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ കാണിച്ചു തരാം. നമ്മളിത് ഇപ്പുറത്തെ മടിയിലോട്ട് ഇങ്ങനെ ഇരുത്തണം. ഇങ്ങനെ കറക്റ്റായിട്ട് ഇരുത്തണം കേട്ടോ. പിള്ളേരൊക്കെ ശ്രദ്ധിച്ച് പിടിക്കണം. എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ആരും കേടി ചാടിയെന്ന് ഇതുണ്ട് കരയുന്ന. ഇത് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇപ്പുറത്തെ കാലം അടുപ്പിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ വയറ് നമ്മളെ തൊടയിൽ അമിങ്ങി കിടക്കുന്നതാണെങ്കിൽ കിടത്തണം. ഇതിങ്ങനെ കിടത്തിയിട്ട് കണ്ടോ അത് കിടക്കുന്നുണ്ടോ, ഇതിങ്ങനെ തട്ടിക്കൊടുക്കണം. ആ കൈ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കാൻ നേരത്ത് നല്ല അടിപൊളിയായിട്ട് ഗ്യാസും. നേരെ ജോവ ഇരുത്താൻ അറിയാവുന്നവരെ പിടിച്ചിട്ട് ഇരുത്താവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട നമ്മളാ ജോയിന്റ് ഈ താടിയിലും ഈ നെഞ്ചിൻ്റെ ഈ ഒരു സൈഡ് ഇതിങ്ങനെ പിടിക്കണം. എൻ്റെ കാണിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ താടിയിലും ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഈ നെഞ്ച് ഒരിക്കലും തൊണ്ടാമരരുത് കേട്ടോ. കൊച്ചു കുട്ടികളാണ്, ശ്രദ്ധിച്ചോളണം. ഇപ്പം എന്ത് ചെയ്യുവാണെങ്കിലും എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിടിക്കുന്നത്. ഇത് ഇങ്ങനെ ഇട്ട് തട്ടി കൊടുക്കണം. പിന്നെ വേറൊരു സാധനമുണ്ട്, ഇത് ഇങ്ങനെ കിടത്തിക്കൊണ്ട് തന്നെ തട്ടാൻ പേടിയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഞാൻ കാര്യം കാണിച്ചു തരാം. ഇത് കണ്ട ഇങ്ങനെ ഈ ഇത് കണ്ട ഇതിന്റെ മുതുകത്തുന്നത് ഇങ്ങനെ ഈ 2 പേരിൽ വെച്ചിട്ട് ഇതിങ്ങനെ 8 വരച്ചു കൊടുത്താൽ മതി. തോളിൻ്റെ അത് ഇവിടുന്ന് ഇങ്ങനെ നടുവിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ കറക്കി ഇങ്ങനെ 8 കണക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താലും പെട്ടെന്ന് ഗ്യാസും. ഇങ്ങനെ തട്ടാൻ മടിയുള്ളവർ ഇത് കണ്ട ഇപ്പൊ തട്ടിയപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിങ്ങനെ തട്ടാൻ നിർത്തണ്ട. ഇങ്ങനെ പല ടൈപ്പിൽ ബർപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ഇരുത്തുന്നതാണ് ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇച്ചിരി ഇങ്ങോട്ട് ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ ഇറക്കി ഇരുത്തണം. കാലടിയിൽ കിടക്കണം. ഇങ്ങനെ ഇറക്കി തന്നെ ഫേസ് ഉള്ളത്. ഇപ്പൊ കരയുന്നുണ്ടോ? കരഞ്ഞ മോനെ കരഞ്ഞുണ്ടല്ലോ. ഇങ്ങനെ ഞാൻ പറയുമ്പോ ഭയങ്കര അനക്കണ്ടേ. നന്നായിട്ട് കരയുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ കരയാൻ പറ്റില്ലേ? ഇപ്പൊ കരയുമല്ലേ, എല്ലാരും കണ്ടല്ലോ. ഇനി കള്ളാൻ പറയാം. അപ്പൊ നമ്മളിതിങ്ങനെ ബർപ്പ് ചെയ്യാൻ എടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ അതിന്റെ ആ കരച്ചിലങ്ങോട്ട് മാറും. കണ്ടോ, എനിക്ക് നല്ല സുഖമാണ്. ഗ്യാസ് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ തട്ടിക്കൊടുത്താൽ മതി. ഇങ്ങനെ എപ്പോഴും എനിക്കൊരു കോൺഫിഡന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് പോകണം ഇങ്ങനെ ഇരുത്തുന്നതാണ്. പിന്നെ ഓരോ ആൾക്കാരുടെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ. ഇങ്ങനെ കിടത്തിയിട്ടാണ് അടിക്കുന്നതെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരുത്തി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ മടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഈ വയറിങ്ങനെ തൊടയിൽ അമിങ്ങി കിടക്കുന്ന കണക്ക്. പിന്നെ ഇതിങ്ങനെ മുതുകത്ത് ഇങ്ങനെ 8 വരക്കുന്നത്. ഇത് ഇങ്ങനെ തട്ടിക്കൊടുത്തത് ഇപ്പൊ കരയുന്നുണ്ടോ? ഒന്ന് കരഞ്ഞു കണ്ട, കരയുന്നുണ്ടോ? അപ്പൊ നമ്മളിതിങ്ങനെ മുതുകത്തിട്ട് തട്ടാൻ നിർത്താൻ കരച്ചിലാവണം. നിർത്തണം കണ്ട. പിന്നെ ഇത് ഇങ്ങനെ ഇരുത്തിയിട്ട് കാലിൽ ഇരുത്താൻ പറ്റാത്തവരുണ്ടല്ലേ, കാലിൽ ഇരുത്താൻ പറ്റാത്തവരിത് ഇങ്ങനെ നേരെ ബെഡിൽ ഇരുത്തണം കണ്ട. ഇങ്ങനെ പല ഐറ്റമൊക്കെ കാണിക്കും. ചിലപ്പം കാലൊക്കെ കുത്തി പൊങ്ങും. അങ്ങനെയല്ല, കരയരുത്. ഇപ്പൊ ഞാൻ പറയുമ്പോ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇത് ഇങ്ങനെ തട്ടിക്കൊടുത്താലും പെട്ടെന്ന് ഗ്യാസും. ഗ്യാസ് കളയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിഷയമാണ് ഈ പിള്ളേരുടെ. ഗ്യാസ് ഇങ്ങനെ തങ്ങി നിന്നിട്ട് ഇവർക്ക് വയറ്റുവിനായിട്ട് കിടന്ന് കരയും. അപ്പം നമ്മൾ ഈ ഫീഡിങ് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ബർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ് പോയി കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഇപ്പം കരയണ്ട, ഞാൻ പറയുമ്പോൾ കരഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല ഇതൊക്കെ, ഈ വീഡിയോ എടുക്കുമ്പോൾ കരയുന്നത്. അപ്പം അത് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ടും ഇങ്ങനെ ഗ്യാസ് കൊടുത്തിട്ട് പല വിധത്തിൽ കയറണ വേറൊരു ഐറ്റം ഉണ്ട്. നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇവിടെ ഇങ്ങനെ പിടിക്കണം. താടിയിലിൻ്റെ ഇവിടെ എന്നിട്ട് ഇത് കറക്റ്റായിട്ടൊക്കെ പിടിക്കണം കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട്
കണ്ട ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളെ ഇതിന്റെ വയറ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിടന്നിട്ട് ഇതിന് നല്ല വയറുവേദനയുള്ള സമയത്ത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കിടത്തി നല്ല വയറുവേദനയുള്ള സമയത്ത് ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ കിടന്നോളും. ഇതിപ്പോ കരയുന്നത് ഗ്യാസ് കയറിയിട്ടില്ല, അതിന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഉറക്കത്തിൽ നിന്നൊക്കെ പൊക്കി എടുത്തിട്ടാണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഉറങ്ങിക്കോ ഒന്ന് ചാച്ചിക്കോ കണ്ട ഇതിങ്ങനെയാണ്, ഒന്നും ചെയ്യുന്നില്ല. ഇതേ കിടക്കുന്ന കണ്ട കരയത്തൂലില്ല. ഇതുണ്ട ഇങ്ങനെ. അത് സർക്കസും ഇതൊന്നും കാണിക്കാൻ നിൽക്കരുത് ആരും. ഞാനെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എനിക്ക് കംഫർട്ട് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കയ്യിൽ നിന്ന് ഇങ്ങനെ ഉടഞ്ഞു പോകും സാധനം. ഞാൻ കോമഡി ആയിട്ട് പറയുന്നതൊന്നുമല്ല, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെ കിടത്തി നമുക്ക് തട്ടാം. ന്യൂ ആയിട്ടുള്ള ഡാഡിക്കും അമ്മക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഉപകാരപ്പെടട്ടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ നാളെ വളർന്നു വരുന്നെങ്കിൽ ഇതിനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കട്ടെ. അതിനുവേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ചാച്ചാൻ പോകുകയാണ്. ചാച്ചാൻ വേണ്ടിയിട്ട് കിടന്ന കാര്യമാണ്. ഉറക്കം മൂന്നാണ്, അതുകൊണ്ടാണ്. ഒരു ടാറ്റ പറഞ്ഞേ എന്താ മോനെ ഇതിപ്പോ കരയുമല്ലേ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുത്തിയാൽ അവന്റെ കരച്ചിൽ മാറും. കണ്ടോ ഇങ്ങനെ ഇരുത്തിയാൽ മതി. അതാണ് പിടിക്കേണ്ട രീതി. ഇങ്ങനെ ഇരുത്തിയാൽ അങ്ങനെ ഇരുത്തിയിട്ട് ഉറക്കത്തിന്റെ മൂടാ കണ്ടോ. ഇപ്പൊ ഇങ്ങനെ കരയും. ഉറക്കം മൂട് കണ്ട. ഇതേ അവന്റെ കരച്ചിൽ മാറ്റാൻ ഇത്രേ ഉള്ളു. ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് എത്ര ഏത് കരയുന്ന കൊച്ചിനുണ്ട് നമ്മളിത് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെയിട്ട് കരഞ്ഞോണ്ട് അപ്പൊ നമ്മൾ ഉറക്കണമില്ല, ഉറക്കി കൊടുക്കണം. ഇല്ലാതൊട്ടേക്ക് ഇങ്ങനെ കിടന്ന് കരയും. പ്രത്യേകിച്ചൊന്നും കാര്യമില്ല. ബൈ. അപ്പൊ ഇത്ര ഡാർക്കായിട്ട് കരയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഉറക്കം വന്നിട്ടാണ്. അപ്പൊ അതെ ഇങ്ങനെ കിടത്തി കണ്ണും തുറന്ന് നടക്കും, അല്ലാണ്ട് ഉറങ്ങുമൊന്നുമല്ല. ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഉറക്കിയിട്ട് എടുക്കുന്ന വീഡിയോ ഇരിക്കുന്നത്. അങ്ങനെയല്ല. ഇതിന് ഉറക്കം വന്നിട്ടാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇങ്ങനെ പിടിച്ച് ഉറക്കണമെന്നുള്ളവര്. ചിലവര് തോളി പിടിച്ചൊക്കെ കിടത്തി ഉറക്കും. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കിടത്തി ഉറക്കുന്നത്. ഇതിപ്പോ നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് താലോലം 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 കുഞ്ഞേ. ഇത് കരഞ്ഞെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പതേ ഞാനൊന്ന് താരാട്ട് പട്ടി ഉറങ്ങിയപ്പോഴേ കണ്ട. ഇതിനു വേണ്ടിയാണ് ഈ കിടന്ന് കരഞ്ഞത്, ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ പതുക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡിസ്റ്റർബ് ചെയ്യണ്ട, അത് ഉറങ്ങിക്കോട്ടെ. അതാണ് പറയുന്നത്. ബർപ്പിന്ന് കാര്യം കാണിച്ചു തന്നെ നല്ല രീതിയിൽ കിടന്ന് കരയാണെന്നുണ്ടെങ്കിൽ വിചാരിച്ചൊന്നും, ഒന്നില്ലെങ്കിൽ വിശന്നിട്ടായിരിക്കും, നല്ല കീറി കരയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കയറിയിട്ടായിരിക്കും, ഒന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ആട്ടിയൊന്ന് നോക്കുക. ചിലപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്കറിയാം നമ്മുടെ കൊച്ചു എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കരയുന്നതെന്ന്. ഞാൻ നേരത്തെ ബർപ്പ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ അതിന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്. കൈ ഇട്ടത് നമ്മുടെ ഈ കൈ ഇരുന്ന് രണ്ടാട്ടാട്ടി അത് ഉറങ്ങിക്കോളൂ കണ്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, ബൈ.